ഏറെ നിർണായകമായ ഇന്ത്യ പാക് സൈനികതല ചർച്ച ഉച്ചയ്ക്ക് ശേഷം 2:30 സൈനിക ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണും. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംയുക്ത സൈനിക മേധാവിയും 3 സേനാ തലവന്മാരും കൂടിക്കാഴ്ച നടത്തുകയാണ്. അതേസമയം വെടിനിർത്തലിന് ശേഷമുള്ള 2ാം ദിവസവും അതിർത്തികൾ ശാന്തമാണ്. രാജ്യസുരക്ഷ ഉറപ്പാക്കാൻ 10 ഉപഗ്രഹങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് തത്സമയം. ബി ദിലീപ് കുമാർ, ബൽറാം നെടുങ്ങാടി, ആർ അച്യുതൻ, ശ്രീനാഥ് ചന്ദ്രൻ, അജീഷ് ജയകുമാർ, വിനീത വിജി എന്നിവരാണ്. ആദ്യം പോകുന്നത് ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, ഇന്നിപ്പോൾ അതിർത്തികൾ ശാന്തമാണ്, അത് ഇന്നലെ രാത്രിയും ശാന്തമായിരുന്നു എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ രീതിയിലേക്ക് അതിർത്തി ഗ്രാമങ്ങളൊക്കെ എത്തിത്തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണിത്. എങ്കിൽ പോലും അവിടെ നിന്ന് പലായനം ചെയ്തവർ അങ്ങോട്ടേക്ക് തിരികെ എത്താൻ ഇനിയും സമയമെടുക്കും. കാരണം വീടുകളൊക്കെ തകർന്നു പോയ ഒട്ടേറെ ആളുകളുണ്ട്, അവർക്ക് ഭീതി നിലനിൽക്കുന്നുമുണ്ട്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, ഇന്നത്തേത് സമാധാനത്തിൻ്റെ 2ാമത്തെ പകലാണ് ജമ്മു കശ്മീരിലേത്. ജനങ്ങളുടെ ആശങ്കകൾ ഏതാണ്ട് ഒഴിഞ്ഞൊഴിഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ ജീവിതത്തിലേക്ക് അവർ നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആക്രമണം നടന്ന മേഖലയിലെ ജനങ്ങൾ അത് മടങ്ങിയെത്താൻ സമയമെടുക്കും. കാരണം അവർക്ക് തകർന്ന വീടുകളുണ്ട്, അതിനുള്ള സർക്കാരിൻ്റെ നഷ്ടപരിഹാരമോ അവരുടെ പുനരധിവാസ പദ്ധതികളോ സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവരുടെ ഉള്ളിലെ ഭയം അത് അകലാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. കുറേ സമാധാനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങൾ നീണ്ടു നിന്നെങ്കിൽ മാത്രമേ അവരിൽ ആത്മവിശ്വാസം വളർത്താനും അവരെ തിരിച്ചു പോകാൻ ഒരു ധൈര്യം അവർക്ക് കൈവരികയും ഉള്ളൂ. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, സാധാരണ ഗ്രാമീണ മേഖലകളിലെല്ലാം തന്നെ ചെറിയ കടകളും മറ്റും എല്ലാം തന്നെ തുറന്നിരിക്കുന്നു. ആളുകൾ എല്ലാം തന്നെ പുറത്തുണ്ട്, തെരുവുകളിലും മറ്റും ആളുകളുണ്ട്. നിത്യ ജോലികൾ ആളുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു സാധാരണ നിലയിലേക്ക് ഏതാണ്ട് പൂർണ്ണമായും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഇത് ഒരിടത്ത് മാത്രമല്ല, നമ്മൾ വരുന്ന വഴിയിലുള്ള എല്ലാ ഇടങ്ങളിലും സമാനമായ കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. ഇത് ബാരാമുള്ളയിലെ കാസിപ്പോര എന്ന മേഖലയിലെ ദൃശ്യങ്ങളാണ്. സമാനമായി തന്നെ മറ്റ് ഇടങ്ങളിലും ഇത് ഈ രീതിയിൽ തന്നെയാണ് ആളുകളുടെ ഒരു ജീവിതം. കശ്മീർ में अभी तो नॉर्मल हो गया? हाँ, अभी तो फिलहाल नॉर्मल है। कल भी कोई आवाज नहीं सुना है? नहीं, कल तो कोई आवाज़ नहीं है। तो 2 दिन से पहले थी, आवाज़ें थोड़ी थी, आज आवाज़ नहीं आई है। क्या लग रहा है आपको? नॉर्मल हो चुका है लगता है। तो अभी पता नहीं है, जो बातचीत होगी उसके बाद पता चलेगा शाम तक क्या होगा। लेकिन ऐसा लगा कि नॉर्मल होना चाहिए, क्योंकि हालात तो ठीक होना चाहिए। सारा दुकान सब खुला है, दुकान मार्केट खुला है, हालात ठीक होना चाहिए, हालात ठीक होना चाहिए, कोई प्रॉब्लम नहीं है। അനുജ, ഇത്തരത്തിൽ തന്നെയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഇന്നത്തെ ചർച്ചകളിൽ അവർ ഉറ്റുനോക്കുകയാണ്. ഒപ്പം നിലവിലിപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്, കടകളെല്ലാം തുറന്നിരിക്കുന്നു, ആളുകൾ പുറത്തിറങ്ങുന്നു, ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ ഇനിയും പിൻവലിക്കേണ്ടതുണ്ട്. ആ നിയന്ത്രണങ്ങൾ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. വിമാന സർവീസുകൾ, ഒപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും അടച്ചു കിടക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നടപടികൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. അതിർത്തിയിൽ കർശനമായ സുരക്ഷ തുടരുകയാണ്. ഒപ്പം തന്നെ നഗരമേഖലകളിൽ അടക്കമുള്ള ഇടങ്ങളിലും സൈന്യത്തെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. അവരും അതീവ ജാഗ്രതയിൽ തന്നെ തുടരുകയാണ്. അനുജ, അതാണ്, അതിർത്തി മേഖലകൾ ശാന്തമാണ്, പക്ഷേ ജാഗ്രത തുടരുന്നുണ്ട് എന്നതാണ് ബൽറാം നെടുങ്ങാടി നൽകിയ വിവരം.